ഇന്നത്തെ വീഡിയോ ജോലി കഴിഞ്ഞ് ഉള്ള കുറച്ച് നേരത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും വീണ്ടും തിരിച്ച് വരാൻ വേണ്ടി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. എന്തായാലും ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കുറച്ചൊരു ബാക്ക് ഓൺ ട്രാക്ക് ആവുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ദാ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പഴം കുറച്ച് ഓവർ റൈപ്പായി കിട്ടിയിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എന്താ പറയുക, കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷുഗറിന് പകരം ശർക്കര, അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നൊരു ബിരിയാണിയും പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടുന്ന ബിരിയാണിയുണ്ട്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയൊരു റോസ്മേരി ഹെയർ സീറമാണ് കേട്ടോ. അപ്പോൾ എടുത്തപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. സോൾ ഫ്ലവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു റോസ്മേരി ഓയിൽ സിറം. പിന്നെ ദാ നമ്മുടെ ബിരിയാണി പരിപാടി സൈഡ് ബൈ സൈഡ് നമ്മുടെ ബനാന ബ്രെഡിൻ്റെ പരിപാടി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ള സാധനങ്ങൾ, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്, ഈവൻ നമ്മുടെ പുതിനയിലയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു ബിരിയാണി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒതൻറ്റിക് ടേസ്റ്റ് ഇല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പി പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സവാള ആവശ്യത്തിനൊരു 3-4 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുന്നു. അത് വഴറ്റുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. പച്ചമുളക് ചേർക്കുന്നു. പിന്നെ പൊടികൾ ചേർക്കുന്നു. അതിനുശേഷം തക്കാളി ഒന്ന് വെന്തൊക്കെ വരുമ്പോൾ നമുക്ക് തൈരും കൂടി ചേർക്കാം. ഇത്രയൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ മസാല ഏകദേശം സെറ്റാവും. പിന്നെ ഞാൻ എൻ്റെ റൈസ് കുക്കറിൽ ആവശ്യത്തിന് റൈസ്, അപ്പോൾ ഈ മസാല ഉണ്ടാവുന്ന നേരം കൊണ്ട് നമ്മുടെ റൈസ് അവിടെ സെറ്റായിട്ട് കിട്ടും. ഈ റൈസ് കുക്കറിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവില്ല. പിന്നെ നെയ്യൊക്കെ ഞാൻ ഒരുപാട് ചേർക്കാറില്ല. ആവശ്യത്തിന് വളരെ കുറച്ചൊരു ടേസ്റ്റിനുള്ള നെയ്യ്. അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് ഒരു ചിക്കൻ റൈസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ മസാല റെഡിയാവുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചത്, ഈ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കി ഒരു ഹാഫ് ചിക്കൻ ഒരുവിധമൊക്കെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ, ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കില്ല, ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല റെഡിയാവും. പിന്നെ നമ്മുടെ ഈ കുക്ക് ചെയ്ത് റൈസ് ഇട്ടിട്ട് ഇതൊന്ന് ലെയർ ചെയ്തിടുക. പിന്നെ എന്താ പറയുക, നമ്മുടെ കാഷ്യൂം കിസ്മിസും ഉണ്ടെങ്കിൽ അതും ഒന്ന് വഴട്ടി ഇതിൻ്റെ മേലെ ഇടുന്നു. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വിതറുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ബിരിയാണി മസാലയോ എന്തെങ്കിലും എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും ഒന്ന് തൊടിപ്പിച്ച് കൊടുത്താൽ ഏകദേശം നമ്മുടെ കുക്കർ ബിരിയാണിയല്ല, എളുപ്പത്തിലുള്ള ബിരിയാണി റെഡിയാവുന്നു. അപ്പോൾ മസാല റെഡിയാവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ബനാന കേക്കിൻ്റെ ബാറ്റർ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല എളുപ്പമാണ്. നമ്മൾ 3 മുട്ട അടിച്ചെടുത്ത്, പിന്നെ ബനാന, നമ്മുടെ കയ്യിലുള്ള ബനാന എല്ലാം സ്മാഷ് ചെയ്തെടുത്ത് അതും ഈ മുട്ടയിലോട്ട് മിക്സ് ചെയ്യുന്നു. 1 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ അതും മിക്സ് ചെയ്ത് ചേർക്കുന്നു. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള, ഞാൻ വളരെ കുറച്ച് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ആഡ് ചെയ്തത്. നല്ലത് എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സീഡ്സും, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതെല്ലാം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ കുറച്ചുകൂടി നല്ലൊരു ഹെൽത്തിയർ ഓപ്ഷൻ അല്ലേ. അപ്പം നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ബനാന കേക്ക് എനിക്ക് പണ്ട് മുതലേ എളുപ്പമുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ
കുക്കിംഗ് വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാമെന്ന് പറയില്ലേ, എല്ലാ ഐറ്റംസും കുക്ക് ചെയ്ത് അങ്ങനെ പോവാറില്ല. ഇവിടെ എനിക്ക് കൂടുതലും നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നത് കൊണ്ട് ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര അങ്ങനെ സമയം കിട്ടാറില്ല. എങ്കിൽ കൂടിയും ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പലപ്പോഴും നടക്കില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ് അങ്ങ് കഴിക്കുന്നത്. എന്നാലും കുറച്ച് മില്ലറ്റ്സ്, പിന്നെ അതുപോലെ ഷുഗർ കുറച്ച് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ. റാഗിയൊക്കെ ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്ന സമയത്ത് റാഗി പുട്ടാക്കാനും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണമെന്നും അപ്പം പറ്റുന്നതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് കാണിക്കണമെന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന പാൻ. ഇപ്പം ബനാന കേക്കിന് നമ്മൾ ബനാന ബ്രെഡ് എന്നും പറയുമല്ലോ. അപ്പോൾ ആ ബ്രെഡ് ഉണ്ടാക്കുന്ന ലോഫ് പാനാണിത്. അപ്പം അതിലോട്ട് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു. ഇപ്പം ഇതിനകത്ത് വാൾനട്ട്, അതുപോലെ ചോക്ലേറ്റ് ചിപ്സ്, പിന്നെ ഈവൻ ബനാന നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ടാലും ഒക്കെ ഓരോരോ വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പം ഞാനിതിനകത്ത് സീഡ്സൊക്കെയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരം കളയാണ്ട് ഇതൊരു 30 മിനിറ്റ്സിലൊക്കെ റെഡിയായി വരും. 20 to 30 മിനിറ്റ്സിലൊക്കെ ഇത് റെഡിയായി വരും. അപ്പം ബാറ്ററിനകത്തോട്ട് ഞാൻ വീണ്ടും കുറച്ച് ഡേറ്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. ഈ ഡേറ്റ്സൊക്കെ ഇതിനകത്ത് കിടന്നാൽ നട്ട്സ് കേക്കിൻ്റെ ഇടയിൽ കിടക്കുന്നത് കടിച്ച് എടുക്കാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഈ സീഡ്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്താൽ നമ്മുടെ കേക്ക് കുറച്ചും കൂടി ഫ്ലേവറും വരും, അതുപോലെ കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷൻ ആവുകയും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ നട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് പോയി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ആ നേരം കൊണ്ട് റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ജോലി കഴിഞ്ഞാൽ പിന്നെ അധികം പണിയെടുക്കാനുള്ള വലിയ മൂഡൊന്നും ഉണ്ടാവലില്ല കേട്ടോ. പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യണം. പിന്നെ ചില സമയത്ത് നമ്മൾ വർക്കൗട്ടിന് വേണ്ടി പോകാറുണ്ട്, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോവും. അപ്പം ഹെൽത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പം കൂടുതലും നമ്മൾ വിചാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങും അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് പുറകോട്ടാണ്. പക്ഷേ നമുക്ക് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ കുറേ നാളായിട്ട് പെൻഡിങ്ങിലിരുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ മടി പിടിച്ചിരുന്നൊരു കാര്യമാണ് യൂട്യൂബ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇതൊന്ന് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത് തന്നെ ആ ഒരു ഫ്ലോ അങ്ങ് ശരിക്കും വിട്ടുപോയി എന്ന് പറയില്ലേ. അപ്പം ഇനി നമ്മളിത് ചെയ്താണ് അതിലേക്കുള്ള ഒരു കറക്റ്റായിട്ടൊരു ഫ്ലോ ഒക്കെ വരുന്നത്. അപ്പം എന്തായാലും എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ബിരിയാണി പരിപാടി വീണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ മസാല അവിടെ റെഡിയാവുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഉള്ളു വേവാണ്ടൊക്കെ കിട്ടും, പക്ഷേ ഇപ്രാവശ്യം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല ഒരു ക്രിസ്പി ഫോമിലൊക്കെ വന്നിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ റൈസ് കുക്കറിൽ ചോറും റെഡിയായിട്ടുണ്ട്. മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ദം ചെയ്താൽ മതി. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് മെസ്സി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു കിച്ചൺ കൂടി ഒന്ന് ഒതുക്കിയിടാം. ഒന്ന് നിരന്നെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് എടുത്തു വയ്ക്കാം.
ഏകദേശം ഒരു 5 വർഷത്തോളം ഫ്ലാറ്റ് ലൈഫിൽ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിലോട്ട് മാറിയിരിക്കുന്നത്. ഒരുവിധം നല്ലൊരു കംഫോർട്ട് സോണിലോട്ട് എത്തിയിരുന്നു. ഫ്ലാറ്റിലെ ജോലികൾ എടുക്കുന്നതുമെല്ലാം നമുക്കൊരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലായിരുന്നു. ഇപ്പം കുറച്ചുകൂടി വലിയൊരു സ്പേസിലോട്ട് വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇപ്പോഴും അതിനോട് യൂസ്ഡ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല മടി തോന്നാറുണ്ട്. കാര്യങ്ങളുമൊന്നും മുഴുവനും ചെയ്തു തീർക്കാനൊന്നും പറ്റാറില്ല. പക്ഷേ നമ്മളങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർത്തേ പറ്റുള്ളൂ. പിന്നെ മുന്നത്തേൽ വെച്ച് നോക്കുമ്പോൾ ജോലിയാണെങ്കിലും അതായത് നമ്മുടെ ഓഫീസ് ജോബും കൂടുതൽ ഇപ്പോൾ നമ്മൾ എഫേർട്ട് ഇടേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാനുള്ള സമയവും നമുക്കിപ്പോൾ കുറവാണ്. പക്ഷേ പറഞ്ഞ പോലെ എല്ലാം എങ്ങനെയാണോ എത്ര ടൈമാണോ നമ്മുടെ കയ്യിലുള്ളത്, എന്തൊക്കെ ജോലികളാണോ നമ്മുടെ കയ്യിലുള്ളത്, അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാതെ ഒരു രക്ഷയില്ല അല്ലേ. അപ്പോൾ പലപ്പോഴും എന്നെ ഈ ഒരു മടിയൊക്കെ തോന്നുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ഡു ലിസ്റ്റാണ് കേട്ടോ. ഒരു ഭയങ്കര ഓർഗനൈസ്ഡോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ ആ ഒരു നമുക്ക് പിന്നെ വരുന്ന ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റിനനുസരിച്ച് ചെയ്തു പോവുക എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും ടു ഡു ലിസ്റ്റ്. അപ്പം വളരെ ഒന്ന് ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരുപാട് പണികളുള്ളപ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ മടി തോന്നുമ്പോൾ ഒന്ന് റിലാക്സായി ഒന്ന് ഇരുന്ന് ചെയ്യാനുള്ള ജോലികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പിന്നെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കുറേയും കൂടി ഈസിയറായിട്ടും അല്ലെങ്കിൽ കുറേയും കൂടി ഫോക്കസ്ഡായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിടുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ലാസ്റ്റ് നല്ലപോലെ ഒന്ന് ദമ്മ് ചൂട് കറക്റ്റാവാൻ വേണ്ടിയിട്ട് പഴയൊരു ദോശച്ചട്ടി നമ്മുടെ തീൻ്റെ മേലെ വെച്ചതിന് ശേഷം ഈ ബിരിയാണി പോട്ട് അതിൻ്റെ മേലെ വയ്ക്കും. അപ്പം നമ്മുടെ അടിയൊന്നും കരിയാതെ തന്നെ ചൂട് കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ ബിരിയാണിയിലും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും കേട്ടോ. നമ്മൾ നേരെ തീയിൽ വെക്കുകയാണെങ്കിൽ താഴെ എന്തായാലും കരിഞ്ഞ അടി പിടിക്കുമല്ലോ. അങ്ങനെ കുക്കിങ്ങിനൊക്കെ ശേഷം വൈകുന്നേരം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ്. അതായത് നമുക്ക് ഒരു വേക്ക് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ പോകാനുണ്ട്. ബെഡ്ഷീറ്റ്സ് നേരത്തെ ഞാൻ കട്ടിൽ വന്നത് പുതിയ കട്ടിൽ വന്നത് കാണിച്ചല്ലോ. അപ്പോൾ നമ്മൾ ബെഡ് എടുക്കുന്നത് വേക്ക് ഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബെഡാണ്. അത്യാവശ്യം എക്കണോമിക്കലുമാണ്, അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മുന്നേ നമ്മൾ ബെഡ് എടുത്തിട്ട് നല്ല റേറ്റ് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നടുവേനയൊക്കെ എടുക്കുന്ന പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബെഡ് ഒരു 10 ദിവസത്തിനുള്ളിലാണ് ഡെലിവറി പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ ബെഡ്ഷീറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും ഫിറ്റഡ് ഷീറ്റ്സാണ്. ഫിറ്റഡ് ഷീറ്റ്സ് ഇടുമ്പം നല്ലതാണെങ്കിലും നമുക്ക് അത് മടക്കി വെക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് തൽക്കാലം ഫിറ്റഡ് ഷീറ്റ്സ് വാങ്ങിയില്ല. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.